നമ്മൾ എത്തിയിരിക്കുന്നത് കോടികൾ മുടക്കി പണിത നമ്മുടെ ഭീമാപള്ളിയിൽ തന്നെ ഇപ്പൊ ഉറൂസ് എന്നും കൂടെ അറിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം തന്നെ ഷോപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഭീമാപള്ളിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. നല്ലൊരു രീതിയിൽ തന്നെ റഷ് എന്തായിരുന്നാലും നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ചീപ്പ് റേറ്റിന് തന്നെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നല്ല റേറ്റിന് തന്നെ നല്ല രീതിയിലുള്ള കിടിലനായിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടും. പള്ളി കാണാനായിട്ട് നാനാ മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ തന്നെ ആചാരകർമ്മങ്ങളും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഭീമാപള്ളിയിൽ എത്താറുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഭീമാപള്ളിയിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ തന്നെ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമായതാണ് കേട്ടോ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഭീമാപള്ളി എന്ന് പറയുന്നത്. ഭീമാപള്ളിയിൽ തന്നെ നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും കഷ്ടങ്ങളിൽ നിന്ന് മോചനവും ഇവിടെ നിന്ന് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ പള്ളിയിൽ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി, മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപള്ളിയിലുള്ളത്. കല്ലടി ബാവ എന്ന ഒരു സിദ്ധന്റെ ഖബറിടവും ഇവിടെയുണ്ട്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് കേട്ടോ ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന് പേരുണ്ടായത്. അധുര സേവനത്തിനും മതപ്രബോധനത്തിനുമായി കേരള മുഴുവനും ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്തെത്തിയിട്ടാണ് കേട്ടോ സ്ഥിരതാമസമാക്കിയത്. വലിയ വിദഗ്ധനായിരുന്ന ഒരു ഹാക്കിം വൈദ്യനായിരുന്നു മാഹിന്റെയും ഭീമാ ബീവിയുടെയും റളിയല്ലാഹു അൻഹുവിന്റെയും പ്രശസ്ത തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതോഹരണം നടത്തി. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ സാധ്യതകളൊക്കെ കൺവേർഷനായി തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. രാജഭരണകൂടമായതുകൊണ്ട് തന്നെ ഭൂമിക്ക് കരം നൽകണം എന്ന് പറഞ്ഞ ഇതിനോട് തന്നെ മാഹിൻ റളിയല്ലാഹു അൻഹു പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ കരം നൽകാവൂ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അതോടുകൂടിയിട്ട് തന്നെ മാഹിൻ റളിയല്ലാഹു അൻഹുവിനെയും തന്റേതായ കൂട്ടാളികളെയും അവർ ചതിയിൽപ്പെടുത്തിയിട്ടാണ് കേട്ടോ കൊലപ്പെടുത്തിയത്. മകന്റെ വേർപാടിൽ മനം നൊന്ത് ഭീമാ ബീവിയും വൈകാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇവരെ കബറടക്കിയ സ്ഥലമാണ് നിലവിൽ ഭീമാപള്ളി ഉള്ളത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ബിൻ ദിനാറിന് ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയാണ് കേട്ടോ വർഷം തോറും നടക്കുന്ന ഭീമാപള്ളി ഉറൂസ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. 2009 മെയ് 17 ഉച്ചതിരിഞ്ഞ് പോലീസ് ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയ സംഭവമാണ് ഭീമാപള്ളി പോലീസ് വെടിവെപ്പ് എന്നറിയപ്പെടുന്നത്. ആ ഒരു സംഭവത്തിൽ തന്നെ 6 പേരാണ് കേട്ടോ കൊല്ലപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ 50ഓളം ആൾക്കാർക്കാണ് വെടിവെപ്പിൽ പരിക്കേറ്റത്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രി ആയിരുന്ന ഇടത് സർക്കാരിന്റെ കാലത്താണ് സംഭവം. പ്രദേശത്തെ ഒട്ടനവധി ആൾക്കാരാണ് കേട്ടോ വിദേശത്തുള്ളത്. പ്രത്യേകിച്ച് പേർഷ്യ, ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഒട്ടനവധി ആളുകളാണ് കച്ചവടം ഉപജീവന മാർഗവുമായി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല പുതുതലമുറയിൽപ്പെട്ട പല ആൾക്കാരും തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നുണ്ട്. ഭീമാപള്ളിയെ സംബന്ധിച്ചിടത്തോളം തന്നെ മത്സ്യബന്ധനമാണ് കേട്ടോ ഭീമാപള്ളിക്കാരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ മാക്സിമം എല്ലാം കവർ ചെയ്ത് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ കരുതുന്നത്. ഇതുകൂടാതെ തന്നെ ഒരുപാടധികം തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭീമാപള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മസ്ജിദിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒട്ടനവധി വിശ്വാസികളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പള്ളിയിൽ വരുന്നത്. നാനാമതസ്ഥരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ലൈറ്റിന്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാനുമായിട്ട് ഒട്ടനവധി ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഉറൂസ് സമയത്ത് തന്നെ ഭീമാപള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഒക്കെ മാക്സിമം അവർ ലൈറ്റ് ഒക്കെ കവർ ചെയ്യാനായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ വൈകുന്നേരം സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ശംഖുമുഖം അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം തന്നെ ഒരു 7 മണി അടുപ്പിച്ചോളം ആകുമ്പോൾ തന്നെ നമ്മുടെ ഭീമാപള്ളിയിൽ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് പതുക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്ട്രീറ്റ് ഫുഡിൽ ലഭിക്കുന്നത് പോലെ തന്നെ ഒരുപാടധികം ഭക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പാനിപൂരി അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് കോംബോ ഒക്കെ തന്നെ നമുക്ക് നിലവിൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾക്ക് വന്ന് എല്ലാം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കഴിയുന്നതാണ്. ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഭക്ഷണവും ഓരോ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള ഫുഡൊക്കെ തന്നെ എല്ലാം കൂടെ ചേർന്ന് ഒരു കോമ്പൗണ്ടിനുള്ളിൽ കിട്ടുന്ന ഒരു പ്രത്യേകതയും കൂടെ തന്നെ നമ്മുടെ ഭീമാപള്ളി ഈ ഒരു ഉറൂസിന്റെ ടൈം നമുക്ക് എന്തായിരുന്നാലും കിട്ടുന്നതാണ്. പല സാധനങ്ങളും ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഫുഡും കഴിക്കാം. അതിനോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് തന്നെ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് എന്തായിരുന്നാലും തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. എത്ര ചുറ്റി കാണിച്ചാൽ പോലും തന്നെ തീരാത്ത രീതിയിലുള്ള വ്യൂ ഒക്കെയാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും പോവുകയാണെങ്കിൽ തന്നെ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഉള്ള സ്ട്രീറ്റ് ഫുഡും അതിനോടൊപ്പം തന്നെ നമുക്ക്
നമുക്ക് ഒരുപാടധികം തന്നെ സാധനങ്ങളൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും. ചീപ്പ് റേറ്റിനാണ് കേട്ടോ പലതരത്തിലുള്ള സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പള്ളിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ട്രൈ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ വസ്ത്രങ്ങളൊക്കെ തന്നെ വില കുറവിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ വളരെ അധികം തന്നെ മനോഹരമാക്കുന്ന രീതിയിലുള്ള പള്ളിയുടെ കാഴ്ചകളും കണ്ട് നമുക്ക് തിരിച്ചു മടങ്ങാവുന്നതാണ്. നല്ല കിടിലനായിട്ടുള്ള അത്തറും അതിനോടൊപ്പം തന്നെ ബാഗ്, പാന്റ്, ബെൽറ്റ് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് 20 രൂപ 30 രൂപ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ഷോപ്പുമുണ്ട്. ഏതെടുത്താൽ 20 രൂപ ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് പലതും കിട്ടുന്നതാണ്. അവിടുത്തെ സൗണ്ട് കാരണമാണ് നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് കഴിയാത്തത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ടൈം തന്നെ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാനായിട്ട് കഴിയുമായിരുന്നു. എന്നാലും തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഭീമാപള്ളി ഉറൂസിനെ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ പറ്റിയിട്ടുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെറിയ രീതിയിലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഭീമാപള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. നമുക്ക് ഇതുപോലത്തെ ഒരുപാടധികം ഷോപ്പൊക്കെ കാണാൻ കഴിയും. 20 രൂപ 30 രൂപ തുടങ്ങിയിട്ട് വില വരുന്ന രീതിയിലുള്ള ഒരുപാട് ഷോപ്പൊക്കെ തന്നെ നമുക്ക് നിലവിൽ അവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ ഗ്രോസറി ആയിട്ടുള്ള വീട്ടിന് ആവശ്യമായിട്ടുള്ള പ്ലേറ്റ്സ്, പാത്രം അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ പലതരത്തിലുള്ള ഷോപ്പൊക്കെ നമുക്ക് ആ ഒരു സൈഡായിട്ട് കാണാൻ കഴിയും. ഭക്ഷണത്തിന് വേറൊരു സൈഡ്, അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിലവിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റൂൾസ് പ്രമാണിച്ച് തന്നെ നമ്മൾ ഏത് നേരം പോയി കഴിഞ്ഞാലും തന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ഭീമാപള്ളിയിൽ വരാനും നമുക്ക് ബസ് അവിടെ ഏത് നേരവും ലഭ്യമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ മിഠായി കടയൊക്കെ ഒരുപാട് കാണാനും കഴിയുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവത്തില്ല. കാരണം ബസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ എന്തായിരുന്നാലും പോകാനായിട്ട് കഴിയുന്നതാണ്. എല്ലാ സ്ഥലത്ത് പോകാനുള്ള ബസ്സും ലഭ്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2024 ഉറൂസാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.